ഹായ് ഹലോ അഖിലേ, വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. അഖില മിസ് ആണ്. സോ യെസ്, അടിപൊളിയായിട്ട് ഇതാ നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഇന്ന് മിസ് വന്നിരിക്കുന്നത് നമ്മുടെ കലാകേരളം എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ടായിരുന്നില്ലേ, ഈ ചാപ്റ്ററിൻ്റെ അകത്തുള്ള പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ 4ാം ക്ലാസ്സിൽ മാത്രമല്ല നമ്മുടെ LSSന് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്കും എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ തന്നെയാണ്. അത് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നമുക്ക് നോക്കാം അല്ലേ. ആദ്യത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. മാച്ച് ദ ഫോളോയിങ് ആയിരുന്നു നിങ്ങളുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അതായത് 2 കോളമിലായിട്ട് എന്ത് തന്നിട്ടുണ്ട്, കുറെ കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അതിന് നമ്മൾ എന്ത് ചെയ്യണം, ചേരുംപടി ചേർക്കണം അല്ലെങ്കിൽ മാച്ച് ചെയ്ത് വരച്ചു കൊടുക്കണം. അപ്പൊ നമുക്ക് നോക്കാം ഓരോന്നും എന്താണെന്ന്. ഇവിടെ ഇത് ആദ്യം തന്നെ എന്താണ്, ഇൻവെന്റർ ഓഫ് ഓട്ടൻതുള്ളലാണ് അല്ലെ. ഓട്ടൻതുള്ളലിന്റെ ഉപജ്ഞാതാവ് ആരാന്നാ ചോദിച്ചത്. ഇപ്പുറത്തെ സൈഡിൽ ഒരുപാട് ആളുകളുടെ പേരുണ്ട്. രാജാ രവിവർമ്മ, സ്വാതി തിരുനാൾ, മോയിൻകുട്ടി വൈദ്യർ ആൻഡ് കുഞ്ചൻ നമ്പ്യാർ അല്ലെ. അപ്പൊ നമ്മുടെ കറക്റ്റ് ആൻസർ നമുക്കറിയാം. ഓട്ടൻതുള്ളൽ എന്ന് പറയുന്ന സമയത്ത് അതിന്റെ ഫൗണ്ടർ ആരാണ്, നമ്മുടെ സ്വന്തം കുഞ്ചൻ നമ്പ്യാരാണ് അല്ലെ. അപ്പൊ ഇതാ താഴേക്ക് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, വരച്ച് ചേർത്തിട്ടുണ്ട്. നമ്മുടെ കുഞ്ചൻ നമ്പ്യാറിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ലൈൻ വരച്ചു കൊടുക്കാം, മാച്ച് ചെയ്യാം അല്ലെ. നെക്സ്റ്റ് നോക്കാം നിങ്ങൾ. അടുത്തത് എന്താണ്, യെസ് നമ്മുടെ മാപ്പിളപ്പാട്ട് അല്ലെ. മാപ്പിളപ്പാട്ട് ആരുടെ ആണ്, അല്ലെങ്കിൽ മാപ്പിളപ്പാട്ട് പ്രമുഖരായിട്ടുള്ള ആൾ ആരാണെന്നാ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇപ്പുറത്തുള്ള ആളുകളിൽ നമ്മളിപ്പോ വായിച്ചു പേരുകളൊക്കെ. അപ്പൊ നമുക്കറിയാം ആൻസർ എന്താണ്, മോയിൻകുട്ടി വൈദ്യരാണ്. അപ്പൊ മോയിൻകുട്ടി വൈദ്യരിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഇത് വരച്ച് ചേർത്ത് കൊടുത്തേക്കണം. ഓക്കെ, അടുത്തത് നോക്കാം. നമ്മുടെ അടുത്ത എന്താണ്, യെസ് ഫേമസ് ആയിട്ടുള്ള, വേൾഡ് ഫേമസ് ആയിട്ടുള്ള പെയിന്ററെയാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. ലോക പ്രശസ്തനായിട്ടുള്ള ചിത്രകാരൻ ഇതിൽ ആരായിരുന്നു, നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മുടെ യെസ് രാജാ രവിവർമ്മയാണ്. അപ്പൊ രാജാ രവിവർമ്മയിലേക്ക് നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കണം, ഇതാ നമ്മള് ലൈൻ വരച്ചു കൊടുക്കണം. ആൻഡ് ലാസ്റ്റ് ഇതാ ഒരാളും കൂടി ബാക്കിയുള്ളൂ, മ്യൂസീഷ്യൻ ആൻഡ് അഡ്മിനിസ്ട്രേറ്റർ ആണ്. അപ്പൊ അതാണ് സംഗീതജ്ഞനായിട്ടുള്ള ഭരണാധികാരി ആരായിരുന്നു, യെസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. നമ്മുടെ സ്വന്തം സ്വാതി തിരുനാളായിരുന്നു നമ്മുടെ ആൻസർ. ഇതാ ഇവിടെ ഉണ്ട്. സോ അതിലേക്ക് ഇതാ എന്ത് ചെയ്യാണ്, നമ്മള് നമ്മുടെ ഇതാ ലൈൻ വരച്ചു കൊടുക്കുവാണ്. അപ്പൊ നമ്മൾ മാച്ച് ദ ഫോളോയിങ് എന്ത് ചെയ്തിട്ടുണ്ട്, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അടുത്തൊരു ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം ഇതാണ്, വിച്ച് ആർട്ട് ഫോം ഈസ് കൺസിഡേർഡ് ആസ് കിങ് ഓഫ് പെർഫോമിംഗ് ആർട്സ് അല്ലെ. അതായത് നമ്മുടെ എന്താണ്, കലകളുടെ രാജാവ് എന്നറിയപ്പെടുന്ന കേരളീയ കലാരൂപം ഏതാണെന്നാ ചോദിച്ചിരിക്കുന്നത്. കുറെ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്, തുള്ളൽ, ഭരതനാട്യം, കഥകളി, തെയ്യം. അപ്പൊ നമ്മുടെ ആൻസർ എന്താണ്, നമുക്കറിയാം കഥകളിയാണ് അല്ലെ. കഥകളിയാണ് എന്ത് ചെയ്യുന്നത്, കലകളുടെ രാജാവ് എന്നറിയപ്പെടുന്നത്. അപ്പൊ അതിന്റെ ഈ പറയുന്ന എന്താണ് ചെറിയൊരു വിവരണമൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്കറിയാം നല്ല എന്താണ് ഈ പറയുന്ന പോലെ പ്രാക്ടീസിലൂടെ മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു കലാരൂപമാണ് കഥകളി എന്ന് പറയുന്നത്. അപ്പൊ കലകളുടെ രാജാവ് അല്ലെ, കിങ് ഓഫ് പെർഫോമിംഗ് ആർട്സ് അല്ലെങ്കിൽ കിങ് ഓഫ് ആർട്സ് എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്, കഥകളിയാണെന്ന് ഓർത്തു വെക്കുക. ഇനി ഇതാ ഒരു ചോദ്യം കൂടെ ഉണ്ട്. ഇവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. നമ്മളോട് ചോദിക്കുകയാണ്, ഹൂ ഡ്രോ ദ ബ്യൂട്ടിഫുൾ പിക്ചർ അല്ലെ. ഈ മനോഹരമായിട്ടുള്ള ചിത്രം വരച്ചത് ആരാണ്. കുറെ ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, എന്ന് കൺഫ്യൂസ് ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്ക് തന്നെ അറിയാം കറക്റ്റ് ആൻസർ ഏതാണ്. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് രാജാ രവിവർമ്മയാണ് അല്ലെ. ഇപ്പൊ നോക്കിയ രാമവർമ്മ രാജ, MV ദേവൻ, രാജാ രവിവർമ്മ, മാധവൻ, ഇത്രയും ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ നമ്മുടെ കറക്റ്റ് ആൻസർ രാജാ രവിവർമ്മയാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, വേൾഡ് ഫേമസ് ആയിട്ടുള്ള പെയിന്റർ ആണ് ഇദ്ദേഹം അല്ലെ. അപ്പൊ ഇദ്ദേഹത്തിന്റെ ചിത്രരചനകൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള കുറച്ച് ചിത്രങ്ങളുണ്ട്. അതൊക്കെ മസ്റ്റ് ആയിട്ടും എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക. ഈ രീതിയിലുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഇനിയും നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, പഠിക്കാനുണ്ട്. അപ്പൊ നമ്മുടെ പ്രാണ ബാച്ചിനെ പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. പ്രാണ ബാച്ചിൽ ഇതുവരെ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. കാരണം നമുക്ക് ഈ പറയുന്ന സിലബസ് ഒക്കെ കവർ ചെയ്തതിന് ശേഷം വേണം നമ്മുടെ LSSന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ സൂപ്പറായിട്ട് നടത്തണ്ടേ. അപ്പൊ രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് നിങ്ങളോട് ഇതാ വേഗം തന്നെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നത്. അപ്പൊ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ മാക്സിമം ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങളുടെ അഡ്മിഷൻ എടുക്കുക. അപ്പൊ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് വീണ്ടും കണ്ടുമുട്ടാടാ. എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.